എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും MRS ഇലക്ട്രോണിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സാംസങ് 32 ഇഞ്ച് LED TV ആണ്. ഈ TVയുടെ കംപ്ലൈൻറ്റ് എന്ന് പറയുന്നത് സൗണ്ട് കേൾക്കും, പക്ഷേ പിക്ചർ ഒന്നും കാണുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു TV വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ കൊണ്ടുവന്ന് ഞാനിത് ഓൺ ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും ഇതിൻ്റെ ബാക്ക് ലൈറ്റ് കത്തുന്നില്ല എന്നുള്ളതാണ് ഞാൻ നോക്കിയതിൽ എനിക്ക് മനസ്സിലായത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇതിൻ്റെ ബാക്ക് ലൈറ്റ് കത്താത്തതെന്ന് നമുക്കിതെല്ലാം അഴിച്ചുറക്കി ഒന്ന് നോക്കാം. ആദ്യം നമുക്കിതൊന്ന് ഓൺ ചെയ്തിട്ട് കംപ്ലൈൻറ്റ് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് പവർ കൊടുക്കുക. പവർ കൊടുത്തിട്ടുണ്ട്, സ്വിച്ച് ഓൺ ചെയ്തു. ഓക്കെ, പവർ ലൈറ്റ് കത്തി ഓൺ ആകുന്നതിൻ്റെ ആ സൗണ്ട് കേട്ടിട്ടുണ്ട്. പവർ ലൈറ്റ് ബ്ലിങ്ക് ചെയ്യുന്നുണ്ട്. അത് പവർ ഓൺ ആവുന്നത് ഈ ഒരു സീക്വൻസ് വെച്ചിട്ടാണ്. അതനുസരിച്ചിട്ടാണ് ആ പവർ ലൈറ്റ് ഇങ്ങനെ ബ്ലിങ്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഇതിനകത്ത് നമുക്ക് ഡിസ്പ്ലേയിൽ യാതൊന്നും തന്നെ കാണാൻ സാധിക്കുന്നില്ല. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ നമുക്ക് ബാക്ക് ലൈറ്റ് ആണോ പോയത് അതോ ഡിസ്പ്ലേ ആണോ കംപ്ലൈൻറ്റ് എന്നറിയാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്ക് 2 പ്രാവശ്യം ടച്ച് ചെയ്ത് നോക്കുക. ടച്ച് ചെയ്ത് നോക്കുമ്പോഴത്തേക്കും ബാക്ക് ലൈറ്റുള്ള ഡിസ്പ്ലേയുടെ കംപ്ലൈൻ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ബാക്ക് ലൈറ്റിൻ്റെ ആ ഒരു പ്രൊജക്ഷൻ കാണാൻ പറ്റും. പക്ഷേ ഇതിൽ ആ പ്രൊജക്ഷൻ ഒന്നുമില്ല. ആ സ്ഥിതിക്ക് നമുക്ക് നല്ല പവർഫുള്ളായിട്ടുള്ള ഒരു ടോർച്ച് എടുത്തിട്ട് അടിച്ച് നോക്കുക. അടിച്ച് നോക്കുന്ന സമയത്ത് അതിൻ്റെ ആ സൈഡിലായിട്ട് നമുക്കിപ്പോൾ ഇതിനകത്ത് ഗ്രെയിൻസ് ഉണ്ട്. ആ ഗ്രെയിൻസ് കാണാൻ കഴിയുന്നുണ്ട്. ഇവിടെ അതിനകത്തൊന്നും ഇരിക്കുന്ന എറർ സിഗ്നൽ കാണിക്കുന്നുണ്ട്. ഗ്രെയിൻസും ഇതിനകത്ത് ഉണ്ട്. ഓക്കെ, ഈ രീതിയിൽ നമുക്കിത് ചെക്ക് ചെയ്ത് നോക്കാൻ പറ്റും. അപ്പോൾ നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് ഇതിനകത്ത് വരുന്ന കംപ്ലൈൻറ്റ് കാര്യങ്ങൾ എന്താണെന്ന് നോക്കാം. ബാക്ക് ലൈറ്റാണ് ഇഷ്യൂ എങ്കിൽ നമുക്ക് ആ ബാക്ക് ലൈറ്റ് റീപ്ലേസ് ചെയ്ത് നോക്കാം. അതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ഈ ഒരു ഇതിൻ്റെ ക്യാബിൻ അഴിച്ചെടുക്കാം. അതിന് മുന്നേ നമുക്ക് ഈ ഒരു മോഡൽ നോക്കാം. ഇത് മോഡൽ നമ്പർ എന്ന് പറയുന്നത് UA32EH4005R എന്നാണ് ഇതിൻ്റെ മോഡൽ നമ്പർ വരുന്നത്. ഞാനിതിൻ്റെ ക്യാബിനൊക്കെ അഴിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇതാണ് നമ്മുടെ പവർ സപ്ലൈ സെക്ഷൻ വരുന്നത്. ഇത് നമ്മുടെ ബാക്ക് ലൈറ്റ് പോകുന്നത്. ഇതിൻ്റെ 2 പെയറായിട്ടാണ് ഇത് കണക്ഷൻ പോയിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഒന്നാമത്തെ പിന്ന് D+ ആണ്, രണ്ടാമത്തേത് S- എന്ന് പറയും, നാലാമത്തെ പിന്ന് S+, D- ഇങ്ങനെയാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു കണക്ഷൻ ഊരിയിട്ടിട്ട് ഇതിനകത്ത് നമുക്ക് LED ടെസ്റ്റർ വെച്ചിട്ട് ഇതിനകത്ത് ഈ LED ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. LED കംപ്ലൈൻ്റ് ഉണ്ടോ എന്ന് ആദ്യം. അതിനുശേഷം LED കംപ്ലൈൻ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ബോർഡിൽ പവർ സപ്ലൈ ബോർഡ് ചെക്ക് ചെയ്താൽ മതിയാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് LED ചെക്കർ എടുക്കാം. ഞാൻ LED ചെക്കർ എടുത്തിട്ടുണ്ട്. LED ചെക്കർ പവർ കൊടുത്ത് ഓൺ ആക്കിയിട്ടുണ്ട്. അപ്പോൾ LED ചെക്കർ ഫുള്ള് ചാർജ് ആയിട്ടുണ്ട്. നമുക്കിതിൻ്റെ പോസിറ്റീവ്, നെഗറ്റീവ് 44.8 വരുന്നുണ്ട്. ഓക്കെ, അടുത്ത LED എത്ര വോൾട്ടേജ് വരുന്നുണ്ട് നോക്കാം. ഒരെണ്ണത്തിൽ 26.4. അപ്പോൾ 2 സ്ട്രിപ്പിലും 2 തരത്തിലുള്ള വോൾട്ടേജാണ് കാണിച്ചിരിക്കുന്നത്.
അതായത് ബാക്ക് ലൈറ്റ് കംപ്ലൈൻ്റ് ആണ്. ഇനി നമുക്ക് ഈ ഒരു ബാക്ക് ലൈറ്റ് ആക്സസ് ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് പാനൽ മൊത്തത്തിൽ ഇത് ഇളക്കിയെടുത്ത് നമുക്ക് ആ ഒരു ബാക്ക് ലൈറ്റ് നോക്കാം. അപ്പോൾ ഞാൻ ഇത് ഇച്ചിരി സമയം എടുക്കും. കാര്യം ഇതൊരു വല്ലാത്ത ലോക്കാണ് ഇവിടെ വരുന്നത്, ഈ ബോട്ടത്തിൽ വരുന്നത്. സൂക്ഷിച്ച് ഇളക്കിയില്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കെയിലർ ബോർഡിന് ഡാമേജസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിന് ഡാമേജ് വരാത്ത രീതിയിൽ ഇത് മൊത്തം ഇളക്കിയെടുത്തിട്ട് വരാം. നമ്മളിപ്പോൾ പിന്നെ ഇതിൻ്റെ റിഫ്ലക്ടർ കാര്യങ്ങളെല്ലാം പാനലും എല്ലാം ഇളക്കി മാറ്റി നമ്മൾ ബാക്ക് ലൈറ്റ് ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വെച്ചിട്ടുണ്ട്. ഇതിലിനി നമുക്ക് ആദ്യം ചെക്ക് ചെയ്ത് നോക്കാം ഏത് സ്ട്രിപ്പാണ് കംപ്ലൈൻ്റ് എന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ LED ചെക്കർ എടുത്തിട്ടുണ്ട്. LED ചെക്കർ ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് നേരത്തെ നോക്കിയപ്പോഴത്തേക്കും ഒരെണ്ണത്തിൽ 26 വോൾട്ടും കാണിച്ചു, ഒരെണ്ണത്തിൽ 40 അടുപ്പിച്ചിട്ടുള്ള ഒരു വോൾട്ടേജും കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ നമുക്ക് ആദ്യം ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഈ ഒരു സ്ട്രിപ്പ് കറക്റ്റ് വോൾട്ടേജ് 26, 27 ഇങ്ങനെ എഴുതി കാണിക്കുന്നുണ്ട്. ഇനി ഈ ഒരു സ്ട്രിപ്പിൻ്റെ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ക്യാമറ നേരെ വെച്ചിട്ട് അപ്പോൾ ഈ ഒരു സ്ട്രിപ്പിലാണ് നമുക്ക് 50 വോൾട്ടേജ് കാണിക്കുന്നത്. കാരണം ബാക്കി എല്ലാ ലൈറ്റും കത്തുന്നതുകൊണ്ട് ഈ ഒരു LED കത്തുന്നില്ല. ഈ ഒരു LED ഹൈ വോൾട്ടേജ് ആയിപ്പോയി. ഷോർട്ടായിരുന്നെങ്കിൽ കറക്റ്റ് ആ ഒരു വോൾട്ടേജിൻ്റെ കുറവേ കാണിക്കുള്ളായിരുന്നു. ഇപ്പോൾ അങ്ങനെയല്ല കാണിക്കുന്നത്, അത് ഹൈ വാല്യൂ ആയിട്ടുള്ള രീതിയിലാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൽ ഈ ഒരു സ്ട്രിപ്പാണ് കംപ്ലൈൻ്റ് ആയിട്ടുള്ളത്. നമുക്ക് മാറുമ്പോഴത്തേക്കും രണ്ടും പുതിയ സ്ട്രിപ്പ് തന്നെ മാറാൻ ശ്രദ്ധിക്കുക. അതായിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത്. അപ്പോൾ ഞാനിപ്പോൾ 2 പുതിയ സ്ട്രിപ്പ് എടുത്തിട്ടുണ്ട്. ഈ സെയിം ഇതിലോട്ടുള്ള ഒറിജിനൽ സ്ട്രിപ്പ് തന്നെയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത് രണ്ടും മാറ്റിയിട്ട് ഈ 2 സ്ട്രിപ്പും ഇതിൽ സെറ്റ് ചെയ്യാം. ഓക്കെ, ഇതൊരെണ്ണം ഇങ്ങനെ ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് ഒന്ന് ഊരി മാറ്റാം. അത് ഊരി മാറ്റി ഈ 2 സ്ട്രിപ്പ് നമ്മൾ മാറ്റി വയ്ക്കുകയാണ്. എന്നിട്ട് പുതിയ 2 സ്ട്രിപ്പ് നമ്മൾ ഇതിൽ കൊടുക്കാം. ഓക്കെ, ഇനി ഇത് പ്രോപ്പറായിട്ട് കത്തുന്നുണ്ടോ ഇല്ലയെന്ന് നമുക്ക് ഡയറക്റ്റ് ബോർഡിൽ നിന്നുള്ള കണക്ഷൻ കൊടുത്തിട്ട് ഇത് പ്രോപ്പറായിട്ട് കത്തുന്നുണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇതിൻ്റെ LED കണക്ഷൻ നേരത്തെ ഊരിയിട്ടായിരുന്നു, അത് ആ കണക്ഷൻ പിടിച്ച് കൊടുത്തിട്ടുണ്ട്. പവർ സപ്ലൈ കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ പവർ കൊടുത്തിട്ട് ഒന്ന് ഓൺ ചെയ്യുകയാണ്. നമുക്ക് LED പ്രോപ്പറായിട്ട് കത്തുന്നുണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഇപ്പോൾ കറക്റ്റായിട്ട് അത് കത്തി നിൽപ്പുണ്ട്. ഓക്കെ, അപ്പോൾ ബാക്ക് ലൈറ്റ് കംപ്ലൈൻ്റ് ആയിരുന്നത് നമ്മൾ പുതിയത് മാറ്റിയിട്ടപ്പോഴത്തേക്കും ഇപ്പോൾ കറക്റ്റായിട്ട് കത്തുന്നുണ്ട്. ഇനി ഇത് നമ്മൾ പഴയത് കണക്ക് തന്നെ എൻ്റെ റിഫ്ലക്ടർ പാനൽ എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഡിസ്പ്ലേ ഓൺ ചെയ്ത് നോക്കാം. അപ്പോൾ അതിന് കുറച്ച് സമയം എടുക്കും. അപ്പോൾ ഞാൻ ഇതൊന്ന് ഫുള്ളൊന്ന് സെറ്റ് ചെയ്തിട്ട് വരാം. എല്ലാ കാര്യങ്ങളും പഴയത് കണക്ക് തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഓൺ ചെയ്ത് ഇതിൻ്റെ ഡിസ്പ്ലേ കാണാൻ പറ്റുന്നുണ്ടോ ഇല്ലയെന്ന് നോക്കാം. ഓണാക്കിയിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ ഇത് പഴയതുപോലെ നമുക്ക് ഡിസ്പ്ലേ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ കാര്യമാണ് ഞാൻ നേരത്തെ ഈ ഒരു ഡിസ്പ്ലേന് ഞാൻ നേരത്തെ ടോർച്ച് അടിച്ച് നോക്കിയ സമയത്ത് ഞാൻ അതിനകത്ത് കണ്ടത്. അപ്പോഴാണ് നമുക്ക് ആ ബാക്ക് ലൈറ്റ് കത്താത്തതിൻ്റെ കംപ്ലൈൻ്റ് ആണെന്ന് മനസ്സിലായത്. ഓക്കെ, ഇപ്പോൾ ബാക്ക് ലൈറ്റ് മാറി അത് പുതിയ സെയിമിലുള്ള ബാക്ക് ലൈറ്റ് തന്നെ ഇട്ടിട്ടുണ്ട്. സാംസങ്ങിന് അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. സാംസങ്ങിന് സെയിമിലുള്ള നല്ല ക്വാളിറ്റിയുള്ള ഈ ബാക്ക് ലൈറ്റ് LED തന്നെ വേണം. ഇല്ലാന്നുണ്ടെങ്കിൽ അത് ഒരുപാട് നാൾ കിടക്കത്തില്ല, പെട്ടെന്ന് തന്നെ
ചീത്തയായി പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ അതേ സെയിമിലുള്ള ഒറിജിനൽ ബാക്ക് ലൈറ്റ് തന്നെ ഇതിൽ മാറിയിട്ടുണ്ട്. അപ്പോൾ കറക്റ്റായിട്ട് ബാക്ക് ലൈറ്റ് കത്തി ഡിസ്പ്ലേ എല്ലാം കാണാം. ഓക്കെ, അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. നമുക്കൊരടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ മറക്കാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. ബൈ.